ശ്രീനാരായണ ഗുരുദേവൻ ഹിന്ദു സന്യാസിയല്ല എന്നുള്ള ഒരു നെറേറ്റീവ് കാലങ്ങളായിട്ട് പറയപ്പെടുന്നുണ്ട്. അതായത് ഗുരുദേവൻ അങ്ങനെ ഒരു മതത്തിൻ്റെ ആളല്ല എന്നാണ് പറയുന്നത്. എന്താണ് അഭിപ്രായം? ഗുരുദേവൻ മാത്രമല്ല, ഭാരതീയ സന്യാസി പരമ്പരകളിൽപ്പെട്ട ഒരു സന്യാസിയെയും ഒരു മതത്തിൻ്റെയും നമുക്ക് കോളത്തിൽ തളയ്ക്കാൻ പറ്റില്ല. കാരണം സനാതനധർമ്മത്തിൽ അടിസ്ഥാന തത്വം എന്ന് പറയുമ്പോൾ സത്യാന്വേഷണമാണ്. ഏതൊന്നിനെ അറിഞ്ഞാലാണോ എല്ലാം അറിയപ്പെടുന്നത്, ആ സത്യത്തെ തേടിയുള്ള യാത്രയാണ് ഋഷീശ്വരന്മാർ ചെയ്യുന്നത്, സന്യാസിമാരൊക്കെ ചെയ്യും. അങ്ങനെ ആ സത്യം അറിഞ്ഞവരെ ബ്രഹ്മജ്ഞാനികൾ, ആത്മജ്ഞാനികൾ എന്ന് പറയും. അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ്. അത് നീ തന്നെയാണ് എന്ന് കണ്ടെത്തുന്നത് ആ സത്യം തിരിച്ചറിയുമ്പോഴാണ്. അങ്ങനെ സത്യം തിരിച്ചറിയുന്നവർ അവർക്ക് മതമില്ല, ജാതിയില്ല, അവർക്ക് ലിംഗഭേദമില്ല, വർണ്ണവ്യത്യാസങ്ങളില്ല, ഭാഷാ വ്യത്യാസങ്ങളില്ല, ഒരു വ്യത്യാസമില്ല. കാരണം അവർ തിരിച്ചറിയുന്നത് ഇതെല്ലാം ഒരേ ഒരു ചൈതന്യത്തിൻ്റെ അംശമാണ് എന്നാണ്. ഇപ്പോൾ ഇത് മുഴുവൻ ബ്രഹ്മമാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ പിന്നെ ജാതി എവിടെ, മതം എവിടെ, വർഗം എവിടെ, വർണ്ണം എവിടെ, ലിംഗം എവിടെ? ഇതെല്ലാം ഈശ്വരനാണ്. അങ്ങനെ എത്തിയ ഒരാൾക്ക് പിന്നെ മതത്തിന് വേണ്ടി വാദിക്കാൻ പറ്റുമോ, ജാതിക്ക് വേണ്ടി വാദിക്കാൻ പറ്റുമോ? അങ്ങനെയുള്ള വിശ്വാസവും സത്യാന്വേഷണവും ഹിന്ദു ധർമ്മത്തിൽ മാത്രമാണുള്ളത്. അതായത് പറയുന്നതിൻ്റെ അർത്ഥം അവരൊരിക്കലും ഹിന്ദു ധർമ്മത്തെ തള്ളി പറഞ്ഞിട്ടില്ല എന്നാണ്. ഞാനതാണ് പറഞ്ഞത്. അതായത് അങ്ങനെ നോക്കുമ്പോൾ ഹിന്ദു ധർമ്മത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയും അല്ലെങ്കിൽ അതിലൂടെ സഞ്ചരിച്ച ആളുകൾക്കൊരിക്കലും ആ ആത്മജ്ഞാനം നേടിയ ആളുകൾ ഏതെങ്കിലും ഒരു പക്ഷത്തിൻ്റെ ആളാവില്ല. അത് ഹിന്ദു ധർമ്മത്തിൻ്റെ സവിശേഷതയാണ്, സനാതനധർമ്മത്തിൻ്റെ സവിശേഷത. അതുകൊണ്ട് നാരായണ ഗുരുദേവൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞില്ലേ, ഗുരുദേവൻ ഈ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പറയുന്നതാണ് സനാതനധർമ്മം. പള്ളാത്തുരുത്തിയിൽ അദ്ദേഹം 1927 നടത്തിയ പ്രസംഗം, ഏറ്റവും അദ്ദേഹത്തിൻ്റെ പൊതുജീവിതത്തിൽ ഏറ്റവും അവസാനം നടത്തിയ പ്രസംഗം എന്ന് പറയുന്നത് പള്ളാത്തുരുത്തിയിൽ നടത്തിയ, ആലപ്പുഴ ജില്ലയിലെ പള്ളാത്തുരുത്തി നടത്തിയ പ്രസംഗമാണ്. ആ പ്രസംഗത്തിൽ ഗുരുദേവൻ വളരെ ഗംഭീരമായിട്ട് 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ഈ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നുള്ളതാണ് സനാതനധർമ്മം. 2, നിങ്ങൾക്ക് മതം മാറണം, ഏതെങ്കിലേക്കും മതം മാറണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സനാതനധർമ്മത്തിലേക്ക് മാറൂ എന്ന് ഗുരുദേവൻ അവരോട് ആഹ്വാനം ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആ ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഗുരുദേവൻ ഹിന്ദു സന്യാസിയല്ല, സനാതനധർമ്മ വിശ്വാസിയല്ല എന്ന് പറയുന്നത്. ഇവിടെ അടിസ്ഥാനപരമായ പ്രശ്നം, ഗുരുദേവൻ ഹിന്ദു സന്യാസിയല്ല എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ഇവരുടെ ഉദ്ദേശശുദ്ധിയാണ് ചോദിച്ചത്. ഏത് അടിസ്ഥാനത്തിലാണ് ഗുരുദേവൻ ഹിന്ദു സന്യാസിയല്ലെന്ന് പറയുന്നത്? ഗുരുദേവൻ ഒരു മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞതുകൊണ്ടാണോ? ഒരു ജാതി, ഒരു ദൈവം, ഒരു മതം മനുഷ്യന് എന്ന് പറഞ്ഞതുകൊണ്ടാണോ? അങ്ങനെയാണ് എല്ലാ സന്യാസിമാരും പറഞ്ഞിട്ടുള്ളത്. ശങ്കരൻ അതല്ലേ പറഞ്ഞത്? ശങ്കരന് മതം ഉണ്ടായിരുന്നോ, ജാതി ഉണ്ടായിരുന്നോ? ഇവർ ശങ്കരൻ്റെ നിർവാണ ശതകം വായിക്കണം. നിർവാണ ശതകത്തിൽ ശങ്കരൻ പറയുന്നത് ഞാൻ മനുഷ്യനല്ല, അല്ലെങ്കിൽ എനിക്ക് മരണമില്ല, എനിക്ക് ജനനമില്ല, എനിക്ക് മതമാത്സര്യങ്ങളില്ല, എനിക്ക് ലോഭമില്ല, എനിക്ക് ലാഭമില്ല, എനിക്ക് സുഖമില്ല, എനിക്ക് ദുഃഖമില്ല, എനിക്ക് ജാതിഭേദമില്ല, ഇതൊന്നുമില്ലാത്ത സച്ചിദാനന്ദ സ്വരൂപമാണ് ഞാൻ എന്ന് ശങ്കരൻ നിർവാണ ശതകത്തിൽ വളരെ മനോഹരമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ശങ്കരൻ ചിദാനന്ദ രൂപം ശിവോഹം ശിവോഹം എന്നുള്ള ആ പദ്യം അതിലാണ്. ശങ്കരൻ്റെ അടുത്ത ഒരു കൃതിയാണ് മനീഷാ പഞ്ചകം. മനീഷാ പഞ്ചകം, ഈ അറിവിനെ ആര് തിരിച്ചറിയുന്നോ ആ അറിവാർജിക്കുന്നവൻ ചണ്ടാലനാകട്ടെ ബ്രാഹ്മണനാകട്ടെ അദ്ദേഹത്തെ ഗുരുവായി സ്വീകരിക്കണം. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ അതാണ് സനാതനധർമ്മം. ഈ തത്വത്തെ ഉൾക്കൊണ്ട രാമകൃഷ്ണ പരമഹംസർക്ക് ജാതി ഉണ്ടായിരുന്നു, മതം ഉണ്ടായിരുന്നു. അദ്ദേഹം മതത്തെക്കുറിച്ച് പറഞ്ഞത് എന്തായിരുന്നു? അപ്പോൾ ഈ ആത്മജ്ഞാനം തിരിച്ചറിഞ്ഞവർ അവരിതെല്ലാം പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ ഈ വിഷയത്തെ കാണുമ്പോൾ ഇതിനെ എങ്ങനെയാണ് നമ്മുടെ ഈ ശ്രുതികൾ മനസ്സിലാക്കിയിട്ടുള്ളത് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ഈ ശ്രുതികളെക്കുറിച്ച് പറയുമ്പോൾ നാരായണ ഗുരുദേവൻ പറഞ്ഞ ഒരു വാചകം നമ്മൾ ഓർമ്മിക്കണം. ഞാൻ ഇന്ന് ശിവഗിരി ആശ്രമത്തിലെ ഒരു സന്യാസിയുമായിട്ട് ഈ വിഷയം സംസാരിക്കാനിടയായി, സന്യാസിവര്യനുമായിട്ട്. അദ്ദേഹം പറഞ്ഞത്, ഗുരുദേവൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, സ്മൃതിയിൽ ശൗചം ചെയ്താലും
നിങ്ങൾ സ്മൃതിയിൽ കാഷ്ടിക്കരുത്, സ്മൃതിയിൽ ശൗചം ചെയ്താലും ശ്രുതിയിൽ നിങ്ങൾ കാഷ്ടിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ഗുരുദേവൻ. എന്ന് വെച്ചാൽ സ്മൃതിയിൽ നിങ്ങൾക്ക് ഇടപെടാം, ശ്രുതിയിൽ നിങ്ങൾ തുടരുത് എന്നാണ്. ശ്രുതി എന്ന് പറഞ്ഞാൽ വേദങ്ങളാണ്. ശങ്കരൻ അതിനെപ്പോലും വെല്ലുവിളിച്ചിട്ടുണ്ട്. ശങ്കരൻ പറഞ്ഞത് 100 ശ്രുതികൾ വന്ന് നാഹ ശ്രുതി ശതമപി അഗ്നി പ്രകാശോ അപ്രകാശോവ സ ന പ്രാമാണ്യമുപൈതി എന്നാണ്. 100 ശ്രുതികൾ വന്നിട്ട്, വേദങ്ങൾ വന്നിട്ട് അഗ്നിക്ക് പ്രകാശമില്ല, ചൂടില്ല എന്ന് പറഞ്ഞാൽ ആ ശ്രുതികളുടെ പ്രാമാണ്യം, ആധികാരികത നഷ്ടപ്പെടുകയേ ഉള്ളൂ. അതുകൊണ്ട് ആ ശ്രുതിയെ പൊക്കി പിടിക്കണം എന്ന് ശങ്കരൻ അതുപോലും സമ്മതിക്കുന്നില്ല. പക്ഷേ നാരായണ ഗുരുദേവൻ ഒരു കാര്യം പറയുന്നു, അതായത് നിങ്ങൾ സ്മൃതിയിൽ ശൗചം ചെയ്താലും ശ്രുതിയിൽ കാഷ്ടിക്കരുത് എന്ന് പറഞ്ഞു എന്നാണ്. എന്ന് വെച്ചാൽ അത്രയും പ്രാധാന്യം വേദങ്ങൾക്കും ഉപനിഷത്തുകൾക്കുമൊക്കെ ഈ ഗുരുദേവൻ അടക്കമുള്ളവർ കൊടുത്തിട്ടുണ്ട്. മഹാഭാരതം വളരെ കൃത്യമായിട്ട് ആരാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നുണ്ട്. മഹാഭാരതത്തിൽ ശാന്തി പർവ്വതത്തിൽ സത്യം, ദാനം, ക്ഷമ, ശീലം, തപസ് ഇതൊക്കെ ഉള്ളത് ആരാണോ അവനാണ് ബ്രാഹ്മണൻ, അവനാണ് നാഗേന്ദ്ര ബ്രാഹ്മണൻ എന്ന് മഹാഭാരതത്തിൽ ശാന്തി പർവ്വതത്തിൽ പറയുന്നുണ്ട്. ഇതൊന്നുമില്ലാത്തവൻ ബ്രാഹ്മണനായാലും അവൻ ബ്രാഹ്മണനല്ല, ഇതുള്ളവ ശൂദ്രൻ ബ്രാഹ്മണനാണ് എന്നാണ്. യജുർവേദത്തിൽ കൃത്യമായിട്ട് വാജസേയ സംഹിത പറയുന്നു, ഈ മംഗളകരമായ വാക്ക് വേദാധികാരം പറഞ്ഞുകൊണ്ടാണ് ഈ മംഗളകരമായ വാക്ക് നീ ശൂദ്രന് ഉപദേശിക്കണം, ശൂദ്രന് പകർന്നു കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ വേദാധികാരം ശൂദ്രനുണ്ടായിരുന്നു, ശൂദ്രന് ബ്രാഹ്മണനാവാൻ കഴിയുമായിരുന്നു, ബ്രാഹ്മണന് ശൂദ്രനാകാനോ ക്ഷത്രിയനാകാൻ കഴിയുമായിരുന്നു, വർണ്ണങ്ങൾ മാറാൻ കഴിയുമായിരുന്നു. ഇതിനെയാണ് നമ്മൾ പ്രതീകകാലം എന്ന് പറയുക. ഇത് പറഞ്ഞത് മഹർഷി അരവിന്ദനാണ് ഹ്യൂമൻ സൈക്കിളിൽ. ഹ്യൂമൻ സൈക്കിൾ എന്ന ഗ്രന്ഥത്തിൽ മഹർഷി അരവിന്ദനാണ് പറഞ്ഞത് പ്രതീകകാലം. ആ പ്രതീകകാലം പ്രരൂപകാലമായിട്ട് മാറും, ആ പ്രരൂപകാലം മാമൂൽ കാലമായിട്ട് മാറും. മാമൂൽ കാലത്തിലാണ് ബ്രാഹ്മണൻ്റെ മകൻ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ്റെ മകൻ ക്ഷത്രിയൻ, ജന്യമായ ആ അവസ്ഥ ഉണ്ടാകുന്നത് ഈ മാമൂൽ കാലത്താണ്. മാമൂൽ കാലത്താണ് ഗുരുദേവൻ ജീവിച്ചത്. അതുകൊണ്ട് ഗുരുദേവൻ ഇതിനെ മറികടക്കാൻ വേണ്ടി, ഈ ധർമ്മത്തെ പുനരുദ്ധരിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.